നീ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ അതേ മുസ്ലിമാണോ? അന്നത് വലിയ കാര്യമായിട്ടെടുത്തില്ല. പക്ഷെ ആ ചോദ്യം നമ്മൾ പോലും അറിയാതെ നമ്മളൊരു മതിലിന് പണി തുടങ്ങിയായിരുന്നു. ആ മതിൽ ഉയർന്നു വന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുടെ നടുവിലാണ്. അതൊന്നും കാര്യമാക്കാതെ പലതവണ കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോഴും വേറെ ജാതിയാണ്, കൂടെ കൂട്ടാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ഭൂരിഭാഗം ആൾക്കാരെ പോലെ എൻ്റെ മാതാപിതാക്കൾ ആ മതിലൽപ്പ് ഉയർത്തിക്കിട്ടു. അപ്പുറത്തെ ആളുകളുടെ സന്തോഷവും സങ്കടവും ഒന്നും കാണാതെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി. ഞാൻ വളർന്നു, അതോടൊപ്പം മതിലും. ഓഗസ്റ്റ് 13, 2018. അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു മഴ പെയ്തു. മഴയല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. സന്തോഷത്തോടെ ഞാൻ ഓടി മുറ്റത്തേക്ക് ഇറങ്ങി. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധ മതികാരം പ്രകൃതിയുടെ നാമം പ്രണയമയമാനന്ദം നയമേകം സമഭാവം ശുഭഗീതം. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം. മഴയുടെ ശക്തി കൂടി, വെള്ളം വീണ്ടും. ഞങ്ങളുടെ ചുറ്റും നോക്കി രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. പോകെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി ആരും വരില്ലെന്നുറപ്പിച്ച് സ്വയം തോൽവി സമ്മതിച്ച് കൈകളെ ചേർത്ത് പിടിച്ച് കണ്ണുകളിൽ മരണത്തെ കാത്തു. പിന്നെ അവിടെ കേട്ട ആ ശബ്ദം ഞങ്ങളാരും ഒരിക്കലും മറക്കില്ല. Yeah.
പക്ഷെ മനുഷ്യനെ നിലനിർത്തുന്ന കൈകളായിരുന്നു. ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റുമ്പോൾ ആ കൈ കറുത്താണോ വീട്ടാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ആ കൈകൾക്ക് സ്വന്തം കുടുംബം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. மனது விதைத்த வார்த்தை நிறைந்திருக்கும், மண்ணில் எங்கும் முட்கள் நிறைந்திருக்கும், தடைகள் எதையும் மகனே வென்று வா, கதையே நிமிர்ந்து பகையை கொண்டு வா. നന്ദി പറയാൻ ഇനിയുണ്ട്. അതിർത്തികൾ കടന്നെത്തിയ സഹായങ്ങൾക്ക്, 5 സ്ക്രീനുകളെ കൺട്രോൾ റൂമുകളാക്കി പുതിയ തലമുറയ്ക്ക്, കുഞ്ഞു കുടുക്കൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു കൊല്ലുന്നവർക്ക്, കേരളത്തിന് സ്വന്തം നാവികസേനയെ മത്സ്യത്തൊഴിലാളികൾക്ക്, മുണ്ട് മടക്കി കുത്തി മണ്ണിളവിൽ മാതൃകയായ ഞങ്ങളുടെ താരങ്ങൾക്ക്, ഒപ്പം നെഞ്ചു വിരിച്ചിരുന്ന ജില്ലാ സംസ്ഥാന ഭരണാധികാരികൾക്ക്, പോലീസിന്, പട്ടാളത്തിന്, ഫയർഫോഴ്സിന്, KSCBക്ക്, മീഡിയയ്ക്ക്, പിന്നെ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നന്ദിയുണ്ട്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങളെയും ചേർത്ത് വെച്ച്. ഞങ്ങൾ പലർക്കും ഉറ്റവരും ഉടയവരും പോയി, വീടുകൾ നഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് ശുദ്ധിയും നാം അതിലില്ല. എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ആ മതിൽ പണിയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കും. നമ്മൾ അതിജീവിക്കും ഒറ്റക്കെട്ടായിട്ട്. കാരണം ഇത് കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ.